നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒരു രാഷ്ട്രീയ ചാനലല്ല, പക്ഷേ നമ്മുടെ ചാനൽ അടുത്ത കാലത്ത് രണ്ട് രാഷ്ട്രീയ നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒന്ന് നമ്മുടെ ഗണേഷ് കുമാർ ആയിരുന്നു, മറ്റൊന്ന് വി.ഡി. സതീശൻ. രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേരായിരുന്നു അത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ വളരെ ശക്തമായ മറ്റൊരു പാർട്ടിയുടെ ഒരു നേതാവ് കൂടി നമ്മുടെ ചാനലിൽ വരേണ്ട ആവശ്യമാണ്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഷോൺ ജോർജാണ്. നമസ്കാരം ഷോണെ. അപ്പോൾ ഷോൺ നമ്മുടെ പ്രിയപ്പെട്ടവനാകുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട പി.സി. ജോർജിൻ്റെ മകനാണ്. മറ്റൊന്ന്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാറിൻ്റെ മരുമകനാണ്. ഇതൊക്കെ കൂടാതെ കേരളത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു BJP നേതാവുമാണ്. ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് BJPയുടെ. തന്നെയുമല്ല, പാലായിലെ NDA സ്ഥാനാർത്ഥിയുമാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ രീതി വെച്ചിട്ട് തന്നെ രാഷ്ട്രീയമല്ല ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലായിൽ ഇപ്പോൾ പ്രചരണാർത്ഥം വാടകയ്ക്കെടുത്ത ഒരു വീട്ടിലാണ് അല്ലേ. പ്രചരണ വാഹനമാണ് പിൻഭാഗത്ത് കിടക്കുന്നത്. അത് നമ്മുടെ ഒരു വിഷയമാണല്ലോ, അത് റോക്സാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്ന് രാവിലെ സംസാരിക്കുന്നത് പ്രചരണാർത്ഥം എടുത്തല്ല അല്ലല്ലേ, നേരത്തെ എടുത്തതാണ്. ആ കഥയിലേക്ക് വരാം. പക്ഷേ അതിനും എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ രാവിലെ ഷോൺ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വൈറ്റ് സാധാരണ സ്ഥാനാർത്ഥികളൊരു വേഷത്തിലൊക്കെ വരും. ഇത് പക്ഷേ ഭയങ്കര യുവാവായിട്ട് ഇത് ജനങ്ങൾ സ്വീകരിക്കും ഈ ഒരു വേഷം. അല്ലല്ല, ഞാൻ ഇന്ന് ഒത്തിരി യാത്രയുണ്ട്. ഓടിയാൽ എത്തില്ലാത്ത യാത്രയാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് കുറച്ചുകൂടെ ഓടാൻ എളുപ്പമുള്ളത് ഈ വേഷമാണ്. അതുകൊണ്ടാണ് അല്ലേ. എന്തായാലും രാഷ്ട്രീയക്കാരൊക്കെ പൊതുവെ ഇപ്പം ഈ പഴയ വേഷത്തിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഒരു വൈറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ രാഷ്ട്രീയക്കാർ ഇന്ന വേഷം ഇട്ടൊന്നുമില്ല. ഞാൻ എല്ലാ വേഷം ഇടാറുണ്ട്. ഞാൻ കോടതി കയറാറില്ലേ. ഞാൻ ഈ ഒരു 2-3 മാസത്തിനിടയിൽ ഒഴികെ ബാക്കി സമയം കോടതി പോകുന്ന ആളാണ്. കോടതി ഡ്രസ്സായിട്ടിരുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ട്രെയിനിൽ കയറുന്നതെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിടുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. പിന്നെ പൊതുപരിപാടികൾ, രാഷ്ട്രീയ പരിപാടികൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതൊരു മാന്യതയുടെ വേഷമാണല്ലോ സ്വാഭാവികമായിട്ട്. എനിക്ക് ഏറ്റവും വേഷം കംഫർട്ടബിൾ, അതായത് എനിക്ക് മനസ്സുകൊള്ളത് വേഷം വെള്ള ഷർട്ടും മുണ്ടും തന്നെയാണ്. ആണല്ലോ. ശരി ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയ്ക്ക് എങ്ങനെയാണ് ഇപ്പം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റും കൂടെയാണ്, എങ്ങനെയാണ് അത് ഈ ജോലിയും ഇതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? കാരണം കേസൊക്കെ ഇരുന്ന് പഠിക്കേണ്ട ഒരു BJPയുടെ വൈസ് പ്രസിഡന്റ് ആകുന്നിടം വരെ എനിക്ക് സമയം മിച്ചമായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം കൃഷി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. എനിക്ക് അത്യാവശ്യം കൃഷിയുണ്ട്. മീനച്ചിരി ബാങ്കിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. ഇപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അത്യാവശ്യം ബിസിനസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് അത്യാവശ്യം ഒരാഴ്ച 1-2 ദിവസം എനിക്ക് സമയമുണ്ടായിരുന്നു. ആ സമയമാണ് കൂടുതൽ ഞാൻ നാട്ടിൽ നിൽക്കുന്നത്. എനിക്കങ്ങനെ സമയത്തിൻ്റെ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. ഞാൻ 3 ദിവസമെങ്കിലും ഞാൻ കോടതി കയറുമായിരുന്നു. ഇപ്പം BJPയുടെ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് ഇതെല്ലാം താളം തെറ്റി. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏറ്റെടുത്ത കേസുകളിലെ പ്രതികളെയൊക്കെ ഇല്ല, ഓഫീസ് എൻ്റെ കൊളീഗുണ്ട്, എൻ്റെ നിനു ദാസ് ആണ് എൻ്റെ ഓഫീസ്. ഞാനും ഓഫീസ് മാനേജ് ചെയ്യുന്ന നിനുവാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല, പ്രതികളൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഭയങ്കര വണ്ടിപ്രാന്തനായിട്ടോ. ഇതാണോ ഒരു മെയിൻ വാഹനം? ഇതാണോ? ഇതിനു മുമ്പ് മറ്റേ താറായിരുന്നു. ജീപ്പ് എനിക്കൊരു വലിയ പ്രേമവും വീക്ക്നെസ്സും ഉള്ള മനുഷ്യനാണ്. പണ്ട് മുതലേ ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത്. പപ്പായ്ക്കും ജീപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാൾ വലിയ വണ്ടിപ്രാന്തനാണ് പപ്പ. പപ്പായ്ക്ക് പണ്ടൊരു KK 525 എന്ന് പറഞ്ഞൊരു ജീപ്പ് ഉണ്ടായിരുന്നു. പച്ച കളറായിരുന്നു. അങ്ങനെ ആർക്കും ഇല്ലാത്തൊരു കളറാണ്. പച്ച കളർ ജീപ്പാ. ആ ജീപ്പിലാണ് പപ്പയുടെ വണ്ടി കഴുകിയാണ്. ഞാൻ 11 വയസ്സിൽ വണ്ടി ഓടിച്ചു. 11 വയസ്സ് മുതൽ അല്ല 11 വയസ്സ് അല്ല സീരിയസ്ലി 11 വയസ്സ് മുതൽ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. അന്ന് ഈ എൻ്റെ അമ്മ വീട് ഭരണങ്ങാനത്താണ്, എടപ്പാടിയാണ്. അപ്പോൾ ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഈ പയ്യെ പപ്പയുടെ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കും. ഈ വണ്ടി കഴുകാൻ വേണ്ടി മാത്രം പപ്പ വണ്ടി തൊടാൻ സമ്മതിക്കും. വണ്ടി എടുത്ത് പുറത്തിടുക, കഴുകുക, തിരിച്ചു കയറ്റിയിടുക. ഈ കഴുകി അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടി, പപ്പ ഹർത്താലായിരുന്നു. പപ്പ വണ്ടി വീട്ടിലിട്ട് നടന്നുപോയി. ഒന്ന് ഞാൻ എടുത്തോണ്ട് പോയി. അത് 11 വയസ്സിലാണ് ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് മനസ്സിലായി കുഴപ്പമില്ല, ഞാൻ വണ്ടി ഓടിക്കുന്നത് മനസ്സിലായി. പിന്നെ അമ്മ വീട് വരെയുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 വർഷം വീട്ടിൽ നിന്നും അമ്മ വീട് അവിടെ വരെയുള്ള വണ്ടി ഓടിക്കാൻ എനിക്ക് പെർമിഷൻ കിട്ടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പപ്പയുടെ ആ വണ്ടി മാറിയിട്ട് ഒരു ഇൻ്റർനാഷണൽ, പപ്പായ്ക്കൊരു വേറെ ഫിയറ്റ് ഉണ്ട് പപ്പായ്ക്ക്, ഒരു കാറ്. അന്ന് തിരുവനന്തപുരം പോകുന്ന അവസ്ഥയിലും നാട്ടിൽ കൂടെ നടക്കുന്ന ജീപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറി ഒരു ഇൻ്റർനാഷണൽ ജീപ്പ് ഒരു 9,000 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പപ്പ CNLോട്ട് മാറി. പപ്പയുടെ യാത്രകൾ കൂടുതൽ ജീപ്പ് അങ്ങ് ഉപയോഗിച്ചു. അപ്പോൾ ജീപ്പ് എനിക്ക് കിട്ടി, പൂർണ്ണമായിട്ടും ജീപ്പ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പപ്പായ്ക്ക് ഒരു ക്ലാസിക് ജീപ്പ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? മഹേന്ദ്ര ക്ലാസിക് 2000, അതാണ് നമ്മുടെ നമ്പർ 2000 എന്ന നമ്പർ. ആ നമ്പറിൽ
അത് പപ്പ ഭയങ്കര ക്രൈസിന് എടുത്താണ് അന്ന്. എനിക്കൊന്ന് കേരളത്തിൽ പപ്പായ്ക്ക് മാത്രമുള്ള വണ്ടി, ചുമല കളർ, ഭയങ്കര രസമാണ് വണ്ടി. അതിപ്പോൾ ഞാൻ 8ൽ പഠിക്കുന്ന സമയത്താണ് പപ്പ എടുത്തത്. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് ഇതങ്ങ് കംഫർട്ടബിൾ അല്ല, ഇതിന്റെ പുറകിൽ കയറണമെന്നുണ്ടെങ്കിൽ സീറ്റ് മാറ്റിയിട്ട് വേണം കയറാൻ. അപ്പോൾ പപ്പായ്ക്ക് ഇത് ഭയങ്കര പ്രശ്നമായി. നാട്ടുകാരെ കയറ്റിക്കൊണ്ട് നടക്കാൻ പറ്റില്ലാത്തത് പപ്പായി വണ്ടി ഉപേക്ഷിച്ചു. അപ്പോഴും ആ വണ്ടി എനിക്ക് കിട്ടി. പിന്നെ അങ്ങനെ 2 കൊല്ലം ചിലപ്പോൾ ഞാൻ 8ലും 9ലും പഠിക്കുന്ന സമയത്ത് ജീപ്പ് കൊണ്ട് നടക്കുമായിരുന്നു. അത് എൻ്റെ കയ്യിലായിരുന്നു. അത് വേറെ ആരും ഉപയോഗിക്കില്ലായിരുന്നു. അങ്ങനെ മഹേന്ദ്ര ക്ലാസിക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബൊലേറോ ആയി. ബൊലേറോ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എൻ്റെ ഇന്നോവ ആയിരുന്നു. കുറേ കാലം ഞാൻ ഇന്നോവ തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതെടുത്തു. ഇതിപ്പോൾ ഇത് കേരളത്തിലെ ഫസ്റ്റ് താറാണ്. താർ റോക്സ് കേരളത്തിലെ ഫസ്റ്റ് താർ റോക്സ് ആണ്. മഹീന്ദ്രയിലാണ് മനസ്സങ്ങനെ. മഹീന്ദ്രയിൽ എൻ്റെ മനസ്സ് എപ്പോഴും മഹീന്ദ്രയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ മഹീന്ദ്ര നേരെ തിരിച്ചാണ്. പക്ഷെ എനിക്ക് മഹീന്ദ്ര വിട്ടൊരു കളിയില്ല. ഒന്ന്, ഇന്ത്യൻ ബ്രാൻഡാണ്, അത് എനിക്കൊരു വലിയ വീക്ക്നെസ് ആണ്. 2, എൻ്റെ ഉപയോഗത്തിന് എൻ്റെ തോട്ടത്തിൽ പോകണമെങ്കിൽ എനിക്ക് വണ്ടി ഇല്ലാതെ പറ്റും. അപ്പോൾ ഇച്ചിരി മലമണ്ടേ സമയമുള്ള ദിവസം ചേട്ടനെ കൊണ്ടുപോകാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രൈവർ, നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവാണ് അവിടം വരെ. 2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ 2 കിലോമീറ്റർ നല്ല കുത്തരെ. കാരണം തലനാട് അട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടം വരെ കയറി ഇത്രയൊക്കെ തന്നെ നല്ല പടമാണ്. ചെന്നാൽ ഭയങ്കര രസമാണ്. അത്യാവശ്യം ഒരു വാഗമണ് പോലത്തെ കാലാവസ്ഥ ഉള്ളൊരു പ്രദേശമാണ്. അതുപോലെ 2 അരുവികളുണ്ട് പറമ്പിനകത്ത്. നല്ല രസമാണ്. അവിടെ കാപ്പിയുണ്ട്, റംബൂട്ടാനുണ്ട്, കമുകുണ്ട്, മലയിഞ്ചിയുണ്ട്. പിന്നെ ഒരു 2 ഏക്കർ ഞാൻ ഒരു 70 ഐറ്റം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അത് പുതിയതാണ്, അതിപ്പോൾ വെച്ച് എല്ലാം കയറി വരുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വാഗമണിൻ്റെ തൊട്ട് താഴെയാണ്. അത്യാവശ്യം ഒരു ഉച്ച സമയത്ത് ചെന്നാലും അവിടെ ചൂടില്ല. നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. ഒരു ഭാവിയിലൊരു റിസോർട്ടൊക്കെ തുടങ്ങണമെന്നൊക്കെ വെച്ചാണ് ഞാൻ ആരംഭിച്ചത്. പക്ഷെ ഇപ്പം എനിക്കൊന്നും നടക്കുന്നില്ലാത്തൊരവസ്ഥയാണ്. അവിടെ നമ്മുടെ ഒരാളുണ്ട്, അവിടുത്തുകാരൻ ഒരാളുണ്ട്, പറമ്പ് നോക്കിയോളും. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വാട്സപ്പിൽ ഫോട്ടോ വരും. ഇപ്പോൾ കുറച്ച് ഒരു 3 മാസമായിട്ട് ഇപ്പം എൻ്റെ അടുത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരെ റിസോർട്ട് ഒന്നും കൃഷി കളഞ്ഞിട്ട് ഒരു ഇടപാട് അല്ല. നമുക്ക് നമ്മളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. പക്ഷേ അപ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടത്. ഇപ്പം ഞാൻ ഇപ്പം BJP വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഓഫീസ് പോയി. അതെനിക്കറിയാം, അത് എനിക്ക് അങ്ങനെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ വരുമാന മാർഗം വേണമല്ലോ. എന്താ പണിയെന്ന് ചോദിച്ചാൽ MLA പണിയാണെന്ന് പറയാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. എന്താ പണിയെന്ന് ചോദിച്ചാൽ എനിക്ക് കർഷകനാണ് എന്ന് തന്നെ പറയണം. എന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ കൃഷിയിൽ വരുമാനം എനിക്ക് കഴിഞ്ഞ വർഷം തരക്കേടില്ലാത്ത വരുമാനം എനിക്ക് ആ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ നിർബന്ധമുണ്ട്. എക്സാലോജിക്ക് ഇല്ലാതെ ജീവിക്കണം. കാരണം ഞാൻ എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചു. PC ജോർജിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് 100 ന്യൂനതകൾ പറയും. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അലിഗേഷൻ ആ മനുഷ്യനെതിരെ ആരും പറഞ്ഞിട്ടില്ല, പറയുകയും. അപ്പം ഞാനത് വിശ്വസിക്കുന്ന ഏറ്റവും വലിയ കാര്യം, എത്രയോ ഇങ്ങനെ വലിയ കൈക്കൂലിക്കാരായ ആളുകളുടെ വീടുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എത്ര കോടി രൂപ കൊടുത്താലും തേച്ചാലും മച്ചാനും കളയാൻ പറ്റിയല്ലാത്ത ചില വിപത്തുകൾ ആ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും, ഞാനത് പേരൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ എൻ്റെ അനിയൻ, അവന് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ കല്യാണ ദിവസം 3ാം നിലയുടെ മുകളിൽ നിന്ന് താഴെ പോയി മരിച്ചു എന്ന് എല്ലാവരും കരുതിയാണ് അവനെ എടുക്കാൻ പോയത്. ഹോസ്പിറ്റലിൽ എത്തിച്ചു. സത്യം പറഞ്ഞാൽ അവൻ്റെ മൂക്കിൽ ഇവിടെ ഒരു തോല് പോയി, വേറൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ മാർഗമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കൈക്കൂലി വാങ്ങിക്കുന്നത്? അപ്പം എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് പ്രൈവറ്റ് വീടുകളിൽ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നിർത്തി കേട്ടോ. ഞാൻ സജീവ രാഷ്ട്രീയം, അതായത് പൊളിറ്റിക്സ് എന്ന് മൊത്തത്തിൽ തീരുമാനിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് കൃഷിയിലോട്ട് മാറി. ഇത്ര സമാധാനമുള്ളൊരു പണമില്ല. വേറൊരു കാര്യമുണ്ട്, കിട്ടുന്ന പൈസ മുഴുവൻ എടുത്ത് പോക്കറ്റിലിടാം, ഒരു ടാക്സി ഇല്ല. ശരിയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരം ഷോൺ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ നമുക്ക് PC ജോർജ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന രൂപം മംഗലശ്ശേരി നീലകണ്ഠൻ്റെയാണ്. കാരണം വെച്ചാൽ രാഷ്ട്രീയത്തിലൊരു മംഗലശ്ശേരി നീലകണ്ഠനാണ്. കാരണം
എടാ എന്ന് വെച്ചാൽ പോടാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതുപോലെ നമ്മളൊക്കെ പേടിപ്പിച്ച് തോക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര സാധനം പറയാം, എല്ലാവരും 30 മില്ലി അടിച്ചിട്ട് കിടന്നു, ഒരു കുഴപ്പമില്ല ആരോഗ്യത്തിന്, അങ്ങനെ എന്തും വെട്ടിത്തറന്ന് പറഞ്ഞു. പക്ഷേ ഷോൺ ഭയങ്കര സൗമ്യനാണല്ലോ. എങ്ങനെയാണ് ഈ അച്ഛൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ എന്നാൽ സൗമ്യനായേക്കാൻ തീരുമാനിച്ചത്? അങ്ങനല്ല, എനിക്ക് ഞാൻ പറഞ്ഞിട്ട് അപ്പൻ്റെ അതേ രീതി എന്ന് പറയുന്നത് പി സി ജോർജ് മാത്രമല്ല ഈ അപ്പൻ മകൻ കമ്പാരിസൺ വരും എപ്പോഴും. അത് വരും. ഇവിടുത്തെ പല രാഷ്ട്രീയ അതെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കള് വരുമ്പോൾ, പ്രത്യേകിച്ച് സജീവമായി വരുമ്പോൾ അപ്പനേക്കാൾ ഭേദമാണോ അമ്മനേക്കാൾ നല്ലതാണോ, അപ്പോൾ ആ കമ്പാരിസണിലാണ് ഒരുമാതിരിപ്പെട്ട മക്കളെല്ലാം തകർന്നു പോകുന്നത്. കാരണം പ്രഗത്ഭരാണ് അപ്പന്മാർ, അവരുടെ മക്കൾ വരുമ്പോഴത്തേനും അവരുടെ കമ്പാരിസണിൽ ഒന്നും അല്ല എന്നുള്ള ചിന്താഗതി. എനിക്ക് എൻ്റേതായ ശൈലി വേണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന, അപ്പോൾ പപ്പായുടെ അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക്, പപ്പായുടെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റാതെ പേടിച്ചിട്ട് പറയല്ല പപ്പ അടുത്ത്, അപ്പോൾ അങ്ങനെ ഒരാൾ എപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യും. ഞാൻ രാഷ്ട്രീയം ഒരു ഫുൾ ടൈമർ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ച ഒരാളല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ LLB കഴിഞ്ഞ് മാഞ്ചസ്റ്ററിൽ ചേട്ടൻ്റെ മോളുടെ കാര്യം പറഞ്ഞ പോലെ അഡ്മിഷൻ എടുത്താ, എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്, അഡ്മിഷൻ എടുത്ത് അവിടെ നിന്നും പിന്നെ വന്ന് അന്നൊരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പോയില്ല, അന്നൊരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് 2010 പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിരുന്ന, അത് കഴിഞ്ഞ് അടുത്ത പരിപാടിയായി. പിന്നെ യുവജനക്ഷേമ ബോർഡ് ഡയറക്ടറായി. പിന്നെ അതിനുശേഷം ഞാൻ പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. എന്തോ ദൈവം ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്നും തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങളുണ്ട്. അത് പി സി ജോർജിൻ്റെ പാർട്ടിക്കാരായ അനുയായികളായ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ. ആ സ്നേഹം എനിക്കും തന്നു. അതാണ് എന്നെ പിടിച്ചിവിടെ നിർത്തിയത്. പക്ഷേ എങ്കിലും ആദ്യകാലത്ത്, ഇപ്പം ഈ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും രാഷ്ട്രീയക്കാരനാകണോ നിനക്ക് എന്നെന്തെങ്കിലും അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഞാൻ ഈ സ്ഥാനാർത്ഥിയാകുന്ന പോലും ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ പറയാൻ മനസ്സിച്ചു നല്ലതാ, നീ ജയിക്കും, അത്ര മാത്രം പറഞ്ഞു. ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ഇത്രയോ കാലം, 2003 മുതൽ ഓൾമോസ്റ്റ് 2024 ജനുവരി 1 വരെ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനം കൊണ്ടുവന്നതാണ്. ഓർത്ത് നോക്കിയാണ്, കേരളത്തിലൊരു പ്രസ്ഥാനം, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മന്ത്രി പോലും ആകാത്ത ഒരാൾ ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചതിൻ്റെ 80% പണവും ഞാൻ രാഷ്ട്രീയത്തിൽ ചെലവഴിച്ചൊരാളാണ്. എനിക്ക് അതിനകത്ത് സങ്കടമില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒത്തിരി വലുതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റക്കുറച്ച് എന്തായി എന്നായി എന്നുള്ള ചോദ്യം എപ്പോഴും പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് സ്വന്തക്കാരിൽ നിന്ന് തന്നെയാണ്. എന്തായി, ഇത്ര കാലമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ BJPയിൽ വന്നപ്പോൾ എന്നോട് ഒത്തിരി ആളുകൾ, അത് വിമർശകരൊന്നുമല്ല കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് പത്രക്കാർ. നല്ല ചെറുപ്പക്കാരനായിരുന്നു, നീ എന്തിന് BJP ചേർന്നു, നല്ലൊരു ഭാവി. അപ്പോൾ ഒരു 10-20 വർഷമായിട്ട് കോട്ടയത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും തന്നെ അറിയാമല്ലോ, കോട്ടയത്തുള്ള എല്ലാ പത്രക്കാർക്കും എന്നെ അടുത്ത് പരിചയമുണ്ട്. കാരണം ഞാൻ ഇത്ര സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം ഉള്ളുകൊണ്ട് നീ ആ തീരുമാനം തെറ്റിപ്പോയി. പക്ഷെ ഇന്ന് എന്നോടത് ആരും പറയുന്നില്ല. നിന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് പറയുന്നവരാണ് കൂടുതൽ. അങ്ങനെ പ്രവർത്തിച്ച് എടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. ഞാനിപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ പറയാം, ഞാനിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ജനിച്ച് വളർന്ന ആളാണല്ലോ. ഈ പാലായിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പാലായും BJP എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ മോരും മുദ്രയും എന്ന് പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. കാരണം വെച്ചാൽ ഈ പാല ഒരു കത്തോലിക്കരുടെ ഒരു മെയിൻ സ്ഥലമാണ്. കോൺഗ്രസിൻ്റെ അല്ല കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വളർച്ചാ കേന്ദ്രം കൂടിയാണ്. അങ്ങനെയുള്ളപ്പോഴത്തേക്കും BJP ഇവിടെ എത്രത്തോളം വേര് പിടിക്കും നമുക്കൊക്കെ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. എന്താണ് അതിന് ഷോൺ, എന്താണ് അതിൻ്റെ ഒരു ന്യായം പറയാനുള്ളത്? ആ ചോദ്യമാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ത്യ ഭരിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 8 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനവും ഭരിക്കുന്നത് BJPയാണ്. ഗോവ ഉൾപ്പെടെ, മണിപ്പൂർ ഉൾപ്പെടെ, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ, സിക്കിം ഉൾപ്പെടെ, ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ പാർട്ടി ഭരിക്കുമ്പോഴും ഒന്നാം തരം സുറിയാനി കത്തോലിക്കനാണ്. എനിക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് എൻ്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഞാൻ BJP വന്നിട്ടുണ്ട്. ചേട്ടൻ പോലും ഇപ്പം ഞാൻ പറയുമ്പം അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ വിശ്വാസങ്ങൾക്കൊപ്പം
അല്ല എൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്കൊപ്പം എനിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞത്, ഒരു പരിധിവരെ എൻ്റെ സമുദായത്തിൽ പല വിഷയങ്ങളുണ്ടായപ്പോൾ അതിൽ ഇടപെടാൻ കഴിഞ്ഞത് 25 വർഷം കേരള കോൺഗ്രസ്സുകാരനായിരുന്നല്ലേ, 25 വർഷം. ഈ 25 വർഷം കേരള കോൺഗ്രസ് നിന്നിട്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സമുദായത്തിന് ആവശ്യം വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. മുനമ്പം പ്രശ്നം, പള്ളൂരുത്തി സ്കൂളിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ, കളമശ്ശേരിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ, താമരശ്ശേരി പ്രശ്നം ഉണ്ടായപ്പോൾ, എന്തിന് സംവരണം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ പിണറായി വിജയനെതിരെയുള്ള എൻ്റെ യുദ്ധം, അതിൽ ഞാൻ പാർട്ടി ലയിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ യുദ്ധം തുടങ്ങി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് അപ്പനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിൽ തുടങ്ങിയത്. പക്ഷേ ഇതിനകത്ത് എടുത്ത് ചാടിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിനേക്കാൾ വലുതാണ് ഇത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചിട്ട് പോകാൻ കഴിയുന്നല്ല, ഇതൊരു വലിയ വിപത്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ആ പോരാട്ടം ഞാൻ തുടങ്ങി. ഞാൻ പാർട്ടി ലയിച്ചപ്പോൾ എന്നോട് ആ പാടെ ഞാൻ ചോദിച്ചു, എനിക്ക് ഈ കേസ് മുമ്പോട്ട് പോകാനുള്ള അനുവാദം ഉണ്ടാകണം. 100%. എനിക്ക് ഇന്ന് വരെയും പാർട്ടി ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ എന്നോട് ഇന്ന് വരെ എൻ്റെ കൈക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഒരു സ്പേസ്, ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, BJPയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്ര ചെറിയ കാലഘട്ടത്തിൽ BJPയിൽ ഇത്രയേറെ അവസരങ്ങൾ കിട്ടിയ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടാവില്ല. ഈ പാർട്ടിയിൽ 40-45 വർഷമായിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന എത്രയോ നേതാക്കളെക്കാൾ അവസരം പാലാക്കാരൻ ക്രിസ്ത്യാനിയായ എനിക്ക് തന്നു. ഞാൻ പാലാ രൂപതയിൽപ്പെടുന്ന ആളാണ്, പാലായിൽ ജനിച്ച ആളാണ്. ഇന്ന് പാലായിൽ ഷോൺ ജോർജിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ജനം മാറി ചിന്തിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഞാൻ പാലായിൽ നിൽക്കുമ്പോൾ ഞാൻ BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ പാലാ പോലൊരു നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അത് കേരളത്തിൽ BJPയെക്കുറിച്ചുള്ള ധാരണ മാറ്റാൻ മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിന് BJPയുടെ ഒരു ഭാഗമായി മാറാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യമാണ്. എന്നോട് ചോദിച്ചു പലരും, വൈ പാല, ഷോൺ കോർ കമ്മിറ്റി അംഗമാണ്, സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ അംഗമാണ്, ഷോണിനൊരു സീറ്റ് കിട്ടണമെങ്കിൽ ഏത് സേഫായിട്ടൊരു സീറ്റ്, എൻ്റെ ഏറ്റവും സേഫ് സീറ്റ് പാലാണ്. എനിക്ക് നല്ല വിശ്വാസമുള്ളതും പാലാണ്. ഇപ്പോൾ പ്രചാരണം തുടങ്ങി കഴിഞ്ഞപ്പോഴും ഈ ഒരു തോന്നലിൽ തന്നെയാണോ? ഓരോ ദിവസവും അതിന് ഞാൻ വന്നതിൻ്റെ 10 മടങ്ങാണ് ഇപ്പം എൻ്റെ ആത്മവിശ്വാസം. ഞാൻ ജനുവരി 12-ാം തീയതിയാണ് എൻ്റെ ഔദ്യോഗികമായ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നത്. ആ 12-ാം തീയതി ഞാൻ എവിടെ നിന്നോ അതിൻ്റെ 10 ഇരട്ടി ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം ജനം നമുക്ക് നൽകുന്ന ഒരു വലിയ പിന്തുണ. മാത്രമല്ല, കുറേ കാലമായി ഞാൻ ജനങ്ങൾക്കിടയിലുണ്ട്. അവരെനിക്കിടുന്നൊരു മാർക്ക് കൂടെ അല്ലേ. അപ്പോൾ അവർക്ക് മാർക്കിടാനുള്ള അവസരം, എനിക്ക് എന്നെ തന്നെ മാർക്ക് ചെയ്യാനുള്ള അവസരം. പക്ഷേ ഇതിനേക്കാളും പോസിറ്റീവായിട്ട് വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ചിന്തിക്കരുത്. കാരണം പാലായിൽ ഇത്രയും വർഷമായിട്ടുള്ള ആൾ KM മാണി എന്ന് പറയുന്നൊരു വലിയ എന്താ പറയുക, രാഷ്ട്രീയത്തിൽ ഭീഷ്മാചാര്യയുടെ മകൻ, പിന്നെ പോസിറ്റീവായിട്ടൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഉള്ളപ്പം ഇതിൽ കൂടുതൽ ആത്മവിശ്വാസത്തോട് വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് പറയരുതോ? അതൊത്തിരി പരീക്ഷിച്ച് കഴിഞ്ഞൊരു സാധനമാണ്. ഒന്നാമത് ഇത് എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. എന്നെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, എന്നെ മാർക്ക് ചെയ്യുന്നു, അല്ലെ എനിക്ക് എങ്ങനെയാണ് മാർക്ക് ഇടുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം. പക്ഷേ ഇപ്പൊ പറഞ്ഞ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പാല 3-4 റൗണ്ട് മാർക്ക് ഇട്ടതാണ്. എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല അല്ലേ? ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തിരിച്ചൊരു നെഗറ്റീവും കൂടെ അല്ലേ? കാരണം ഇപ്പം 40-45 വർഷം ഒക്കെയായിട്ട് പാർട്ടിയിലുള്ള ഒരാളേക്കാൾ പെട്ടെന്നൊരു സ്ഥാനത്തേക്ക്, അതിപ്പം ഷോണായാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും രണ്ടുപേരെയും അത്ര വലിയ പ്രവർത്തന പാരമ്പര്യം ഈ BJPയിൽ ഇല്ലാത്ത രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ മറ്റു പ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെടുമോ? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ BJP. കാരണം ഒരിക്കലും അധികാരത്തിലില്ലല്ലോ. അധികാരത്തിലില്ലെന്ന് മാത്രമല്ല, എന്നെങ്കിലും ഇപ്പം മോദിജി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വാജ്പേയിജിയുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നടന്ന കുറേ ആളുകളുണ്ട്. ഞാൻ 2 വർഷമായി BJP വരുന്നുള്ളെങ്കിലും 25 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ചെറുതല്ലായിരുന്നു. കാരണം ഇടതുപക്ഷത്തോടൊപ്പം ഏറെക്കുറെ 16 വർഷം, സ്വതന്ത്രമായി ഒരു 5 വർഷം, 4 വർഷം UDF-നൊപ്പം. അപ്പോൾ എൻ്റെ പാർട്ടി കേട്ട വെച്ചാൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള മറ്റൊരു ഈ 43 വയസ്സിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള മറ്റൊരാളില്ല. പറഞ്ഞാൽ എല്ലാ മുന്നണിയുടെയും ഭാഗമായിരുന്നു. എനിക്ക് എല്ലാ മുന്നണിയും സ്ട്രാറ്റജി അറിയാം, എനിക്ക് എല്ലാ മുന്നണിയും അങ്ങനെ ചിന്തിക്കുമെന്നും അറിയാം, അവരുടെ പ്രവർത്തന ശൈലി അറിയാം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ എൻ്റെ പാർട്ടിക്ക് ഗുണകരമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. മാത്രമല്ല, പാർട്ടി എന്നെ ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളും, ആരും അറിയാതെ ഒരു മൂലയിൽ കിടന്ന മുനമ്പം സമരം
ഇന്ത്യ മുഴുവൻ നമ്മളെ എത്തിച്ചു. എന്നെ പാർട്ടി ചുമതല ഏൽപ്പിച്ചൊരു കാര്യമാണ്. മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 2 വർഷത്തിനകം ആര് ചെയ്തതിനേക്കാൾ കൂടുതൽ പണിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല എന്നെ ആദ്യം എറണാകുളം ജില്ലയുടെ പ്രഭാരിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളുന്ന കാര്യമല്ല. അപ്പോൾ അത് എനിക്ക് കൂടുതൽ ഞാൻ പൊളിറ്റിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഓർഗനൈസേഷൻ സൈഡിനേക്കാൾ പൊളിറ്റിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. അതപ്പം എന്നോട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുരേഷ് പറഞ്ഞത് പാടില്ല, ഷോൺ ഓർഗനൈസേഷൻ സൈഡ് ആദ്യം പഠിക്കണം, പാർട്ടിയുടെ തീരുമാനമാണത്. സന്തോഷം, ഓർഗനൈസേഷൻ സൈഡ് പഠിച്ചേക്കാം. പക്ഷേ എനിക്കതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എനിക്കതിനോട് അന്ന് വിയോജിപ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞ അനുഭവം എനിക്ക് പെട്ടെന്ന് എറണാകുളത്ത് എനിക്ക് അവർക്കിടയിലേക്ക് ആകാൻ പറ്റി. ഞാൻ ആദ്യത്തെ സംസ്ഥാന സമിതിയിലോട്ടാണ് ആദ്യം വന്നത്. സംസ്ഥാന സമിതി യോഗം കൂടുമ്പോൾ 240 പേര് സംസ്ഥാന സമിതിയിലുണ്ട്. അപ്പോൾ ആ സമിതിയിൽ ആദ്യത്തെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാനും പപ്പയും, എനിക്ക് പിന്നെ ആകെ പരിചയമുള്ള സുരേന്ദ്രേട്ടൻ മാത്രമാണ്. ഞാൻ ഈ കടൽ പോലെ ഈ പാർട്ടിയിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മളെ കാണുമ്പോൾ ആളുകൾ ഇവനാരാ എന്നുള്ള നിലയിൽ ആണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആരെയും പരിചയമില്ല. പക്ഷെ ഇന്ന് ആ 240 പേരെയും എനിക്ക് വ്യക്തിപരിചയമുണ്ട്. ഈ 2 വർഷം കൊണ്ട് ഓരോരുത്തരും എൻ്റെ സഹോദരങ്ങളെ പോലെ വ്യക്തിപരിചയമുള്ളവരായി. മാത്രമല്ല പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് നമ്മൾ പണിയെടുക്കുന്ന ആളാന്ന് കണ്ട നമ്മളെ അതുപോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ പറയുന്ന ഏതൊരു കാര്യം ഇന്ന് രാവിലെ നിസ്സാര ഒരു കാര്യമാണ്. എനിക്ക് ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ നിന്നുള്ള റെസ്പോൺസ് അത്രയാണ്. പിന്നെ തലയ്ക്ക് മുകളിൽ ഈ മോദിജി ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. വണ്ടി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടുന്ന കാണുന്നത്? ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പോകുന്ന കാണാം, അല്ല ദൂരദർശനിൽ കാണും. അല്ലെങ്കിൽ ഇവർ വരുന്ന വലിയ മീറ്റിങ്ങിൽ ഈ ബാരിക്കേഡിന്റെ പുറകിൽ പോയി കുറേ ആളുകളോട് ഇങ്ങനെ നിന്ന് നോക്കുന്ന ആ പ്രധാനമന്ത്രിയുടെ കൂടെ ഈ 6 മാസത്തിനിടെ ഞാൻ 4 പ്രാവശ്യം ഒരുമിച്ച് ചായ കുടിച്ചു. സീരിയസ്ലി. അപ്പം അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ 6 മാസത്തിനിടെ 2 പ്രാവശ്യം ഞാൻ പോയി. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ചായ കുടിക്കാനും വർത്താനം പറയാം. ഇതൊക്കെ ഒരു പാലാക്കാരൻ പ്ലാത്തോട്ടത്തിൽ ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കേട്ടത്. BJPയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ. കാരണം ഈ മോദിയെ കാണാൻ പറ്റി, അല്ലെ മോദിജിയുടെ കൂടെ നിൽക്കാൻ പറ്റി, അല്ലെ അദ്ദേഹത്തോട് വർത്തമാനം പറയാൻ പറ്റി, അദ്ദേഹത്തിന്റെ ഭാഗമായി നിൽക്കാൻ, അതിനപ്പുറത്തിട്ട് നമുക്കൊരാവശ്യം വന്നാൽ ഏത് സാഹചര്യത്തിലും അങ്ങനെ ഒരു കൊട അല്ലെങ്കിൽ അത്തങ്ങനെ ഒരു സംരക്ഷണ കവചം നമുക്കുണ്ടെന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചൊരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ഇപ്പം നമ്മുടെ നേതാവ് ആരാ എന്ന് ചോദിച്ചാൽ മോദിജിയാണ്, മനസ്സിലായില്ല. പിന്നെ നിങ്ങളൊക്കെ തമ്മിൽ കാണുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്? കേരളത്തിൻ്റെ വികസനത്തെ പറ്റിയാണോ അതോ നമ്മുടെ പാർട്ടിയുടെ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റിയാണോ? എന്താണ് മോദിയുടെ ഒരു വിഷൻ? മോദിജി എപ്പോഴും ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹം ഞങ്ങളെ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ, പാർട്ടിയുടെ ഓർഗനൈസേഷനിൽ ഓഫീസ് ബേഴ്സ് എന്ന നിലയിൽ ഞങ്ങളെ കാണുമ്പം കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെങ്കിൽ, പക്ഷേ അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ വികസനം എന്ന സ്വപ്നമാണ് കേരളത്തിനുള്ളത്. വികസിത കേരളം എന്ന് പറയുന്നത് രാജീവേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെയും കൺസെപ്റ്റാണ്. ഈ വികസിത കേരളം എന്ന കൺസെപ്റ്റിന് വേണ്ടി തന്നെയാണ് രാജീവേട്ടനെ കേരളത്തിലേക്ക് അയച്ചത്. കാരണം കേരളം ഇന്ത്യക്കൊപ്പം വികസിക്കാൻ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം, ഇതുപോലെ പൊട്ടൻഷ്യലുള്ള വേറെ സ്റ്റേറ്റില്ല, വികസനത്തിന് ഇത്രയും പൊട്ടൻഷ്യലുള്ള സ്റ്റേറ്റില്ല. അത് മോദിജിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ഈ സംസ്ഥാനം മറ്റൊരു സിംഗപ്പൂരോ മലേഷ്യയോ മാറും, സംശയം വേണം. സിംഗപ്പൂരിനേക്കാൾ ദുബായിയേക്കാൾ പൊട്ടൻഷ്യലുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒന്ന് നോക്കി, ഇത്രയും നല്ല കൃഷിയുള്ളൊരു നാട്, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 9 മാസം മഴയും 3 മാസം വെയിലും, 15 ഡിഗ്രി താഴെ തണുപ്പ് പോയില്ല, 40 ഡിഗ്രി കൂടുതൽ ചൂട് പോവില്ല, നല്ല മണ്ണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലം കൃഷി ചെയ്യാതെ ഇട്ടാൽ അതൊരു ഗുരുതരമായ തെറ്റാണ്. വരുന്ന തലമുറയോട് ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഇവിടെ 1 സെൻറ്റ് സ്ഥലം കൃഷി ചെയ്യാതെ ഇടുക എന്ന് പറയുന്നത്. ഇന്നിവിടെ ഒരു 50% കൃഷിയും ഡെഡാണ്, എല്ലാവരും നിർത്തി. കാരണം കൃഷി ലാഭമല്ലാതായി മാറുകയാണ്. ഇതിനെ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കൃഷിയെ ലാഭകരമാക്കാൻ കഴിയും. കാരണം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ കൃത്യമായി പ്രോസസ്സ് ചെയ്യാനും, അതിനെ കൃത്യമായി ഫ്രീസിങ് ഉൾപ്പെടുന്ന സിസ്റ്റത്തിലേക്ക് പോകാൻ, അതിന് അർഹമായ വില ലഭ്യമാകാൻ ഓപ്ഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ കൊണ്ടുവരാനും. ഇത് ഞാനിവിടെ ഇലക്ഷൻ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു കൺസെപ്റ്റാണ് ഫ്രൂട്ട് വില്ലേജ്.
ഇന്ത്യയുടെ ഫ്രൂട്ട് വില്ലേജ് ആകാൻ മീനച്ചി താലൂക്കിന് കഴിയും. ഇന്ത്യക്ക് മുഴുവനുള്ള ഫ്രൂട്ട്സ് ഇവിടുന്ന് പോകും. ഇന്ത്യക്ക് മാത്രമല്ല, നമുക്ക് വിദേശത്തോട്ടും നമുക്ക് ഇവിടുന്ന് ഫ്രൂട്ട്സ് കൊടുക്കാൻ കഴിയും. കാരണം ഈ ഫ്രൂട്ട്സിൻ്റെ പിന്നെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, ലോകമെന്ന് പറയുന്നത് 100 ഏക്കറാണെങ്കിൽ അത് 2 ഏക്കർ, അതായത് ലോകത്തിൻ്റെ 2% സ്ഥലത്ത് മാത്രമേ ഫ്രൂട്ട്സ് വളരുള്ളൂ. 2%, ബാക്കി 98% സ്ഥലത്തും കാലാവസ്ഥ വെച്ച് ഫ്രൂട്ട്സ് വളരില്ല. ആ 2% പെടുന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ 80% ഏരിയ. അപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ പ്രസക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പോൾ ലോകം മുഴുവൻ മിസൈൽ വിടുന്ന ഇസ്രായേൽ, അവരുടെ മുഖ്യ വരുമാന മാർഗ്ഗം ഇപ്പോഴും കൃഷിയാണ്. നമ്മുടെ 3 ജില്ലയുടെ മുഴുപ്പുള്ളൂ ഇസ്രായേലിൽ. ഡ്രിപ്പ് ഇറിഗേഷൻ കണ്ടുപിടിച്ചത് തന്നെ അവരാണല്ലോ അല്ലേ? ഇറിഗേഷൻ അല്ല, ഒരു മരം കായ്ക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പൂ എണ്ണി അവർ അതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ പൂവ്, ഇത്ര പൂവ് എണ്ണിയാൽ അത്ര പൂവിൽ നിന്നും ഇത്ര ഉൽപ്പാദനം ഉണ്ടാകുന്നത് കണ്ട് അതിൻ്റെ അവിടെ മുതൽ അതിനെ പരിപാലിച്ച് അതിനെ വിളവെടുത്ത് അതിനെ ഷെൽഫ് ചെയ്ത് അതിൻ്റെ മാർക്കറ്റ് എവിടെയാണ് അതിൻ്റെ പ്രോപ്പർ മാർക്കറ്റിൽ അവിടെ എത്തിച്ച് വിൽക്കും. അവിടുത്തെ ആവറേജ് ഇസ്രായേലിലെ 1 ഏക്കർ സ്ഥലത്തിൽ ആവറേജ് വരുമാനം 15 ലക്ഷം രൂപയാണ്, ഏറ്റവും കുറഞ്ഞത്. ഇവിടെ 5 ഏക്കർ സ്ഥലമില്ലാത്ത ആളുകൾ മധ്യ കേരളത്തിലെ കർഷക സമൂഹത്തിൽ ഒരു 2.5 മുതൽ 10 ഏക്കർ വരെ സ്ഥലമുള്ളവരാണ്. അവരുടെ മക്കളായി വിദേശത്തോട്ട് പോകുന്നു. അവരവിടെ പോയി അവിടുത്തെ ജീവിത ചെലവും കഴിഞ്ഞ് വർഷം ഒരു 15 ലക്ഷം രൂപയ്ക്കുള്ള അവർ മിച്ചം പിടിക്കില്ല, മാക്സിമം 20. അതാണ് അതിനുവേണ്ടി. പക്ഷേ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ മിച്ചം അവർക്കൊരു 20 ലക്ഷം രൂപയ്ക്കുള്ളൊരു വർഷം കിട്ടില്ല, എൻ്റെ ഒരു കണക്കനുസരിച്ച്. അത് അവർക്ക് ഇവിടെ സ്വന്തമായിട്ട് സ്വന്തം നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇസ്രയേലിൽ വെള്ളമില്ല, മരുഭൂമിയാണ്. ആഫ്രിക്കയിൽ നിന്ന് മണ്ണ് കപ്പലിൽ ഇമ്പോർട്ട് ചെയ്ത് ആ മണ്ണ് വിരിച്ച് അവിടെ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വരും. നമുക്ക് ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ യുദ്ധവും അവർക്കൊരു ഹരമാണ്, അവർക്ക് യുദ്ധമില്ല ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ, അതായത് ഒരു ജനതയുടെ ഈ നാടും അങ്ങനെ ആയി മാറണം. കാരണം ഒരു ജനതയുടെ എന്നാ പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇസ്രായേൽ. എങ്ങനെ ലോകം മുഴുവൻ അവരെ തകർക്കാൻ ശ്രമിച്ചാൽ അവർ അവരുടേതായ രീതിയിൽ തിരിച്ചു കയറി വരുന്നു. കൃഷിയിലും അവർ കാണിക്കുന്നൊരു വലിയ പാഠം, അല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഒരു പാഠമെന്ന് പറയുന്നത് കൃഷിയെ വ്യാവസായികമായി കാണണമെന്നാണ്. ഇവിടെ കൃഷിയെ എല്ലാവരും വൈകാരികമായിട്ട് അവിടെ ഒരു മരം കൊണ്ട് നട്ടുവെച്ചാൽ അവിടെ നിൽക്കും. അതിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ ശരിക്കും ഈ നമ്മുടെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിനെല്ലാം 40 ദിവസം കൂടുമ്പോൾ വളം കൊടുക്കണം. വളം ഇടുക എന്ന് പറയുമ്പോൾ ആളുകൾ അയ്യോ വളമൊക്കെ ഇട്ട് വലിയ 1.5 രൂപ മതി ഒരു ട്രോപ്പിക്കൽ പ്ലാന്റ്സ്. 1.5 രൂപയുടെ വളം കൊടുത്താൽ 1.5 രൂപയുടെ വളം 40 ദിവസം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 20 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ വളം വരും. 20 രൂപയുടെ വളം കൊടുത്താൽ ആ മരം നമുക്ക് തിരിച്ചു തരുന്ന പ്രൊഡക്ഷൻ സാധാരണയുള്ള വളം ഇടാത്ത ഒരു പ്രൊഡക്ഷനേക്കാൾ 80% കൂടുതലാണ്. ഇതൊന്നും നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും റബ്ബറിനെ പറയാണ്. റബ്ബർ ഇനി ജീവിതത്തിൽ റബ്ബറിൻ്റെ വില എന്ത് കാണിച്ചാലും 300 രൂപയ്ക്കുള്ളിൽ പോകില്ല. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 250 രൂപയ്ക്ക് റബ്ബർ കൊണ്ട് കൊടുക്കാൻ വേറെ രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കുറവാണ്. നമുക്കിവിടെ വെട്ടുകാർ കിട്ടാനില്ല. അത് ഉണ്ടെങ്കിൽ തന്നെയും ഒരു തരത്തിലും മുതലാകാത്ത രീതിയിലേക്ക് ഇതിൻ്റെ എക്സ്പെൻസ് പോകും. നമുക്കൊരു 200-220 രൂപയെങ്കിലും എക്സ്പെൻസ് ഉണ്ട്. അതിന് മുകളിൽ കിട്ടണം. ശരിക്കും പറഞ്ഞാൽ കണക്ക് എഴുതി പഠിച്ചവരെല്ലാം വെട്ട് നിർത്തി. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളെല്ലാം വിദേശത്തോട്ട് പോകുന്നത്. അന്ന് പണ്ടൊരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്ന നമ്മുടെ പാലായും മീനച്ചി താലൂക്കൊക്കെ ഇന്ന് വൃദ്ധസദനങ്ങളാണ്. കാരണം എല്ലാവരും വിദേശത്തോട്ട് പോകേണ്ട തിരക്കിലാണ്. അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞാലും ഇപ്പം 3 പാർട്ടികളും പ്രവർത്തിച്ചു. ഈ UDF-ലും LDF-ലും പ്രവർത്തിക്കുന്ന കാലത്തെ അനുഭവം വെച്ച് നോക്കിയാൽ ഇതിലെ ഭേദവേദ അതൊരു ഭയങ്കര ചോദ്യം. ഇതിലത്തെ ഭേദം വെച്ചാൽ പക്ഷേ UDF ഒരു കംഫർട്ടബിൾ സോണിൽ പ്രത്യേകിച്ച് പണിയെടുക്കാതെ ഓടുന്നവരാണ്. അത് ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് തട്ടിക്കൂട്ടും, അത് കഴിഞ്ഞങ്ങ് പോകും. പക്ഷേ LDF എന്ന് പറയുന്നത് LDF അവർ പണിയെടുക്കും, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ. LDF അവർ താഴെ തട്ടിലുള്ള LDF-ന്റെ പ്രവർത്തകരെ സഹാക്കൾ. നമുക്ക് പിണറായി വിജയനോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. പിണറായി വിജയനോടും അവരുടെ സിദ്ധാന്തങ്ങളോട് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത വിശ്വാസമാണല്ലോ. ഒരിക്കലും ലോകം മുഴുവൻ തള്ളി കേരളത്തിൽ മാത്രമല്ല, അത് ഇപ്രാവശ്യം കൊണ്ട് ഏറെക്കുറെ അവസാനിക്കും എൻ്റെ വിശ്വാസം. പക്ഷേ
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, ഈ സഖാക്കൾ എന്ന് പറയുന്ന സാധാരണ പ്രവർത്തകർ ഒരു തീരെ പാവങ്ങളാണ്. ഇവർക്ക് ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവരാണ്. ഇവർ അധ്വാനിച്ചുണ്ടാക്കുന്നു, പിണറായി സൂഹിക്കുന്നു. അങ്ങനെ കുറേ നേതാക്കന്മാർക്ക് സൂഹിക്കാൻ വേണ്ടി ഇപ്പോഴും ഇൻകിലാബ് വിളിക്കുന്ന അവരോട് എനിക്ക് എന്നും സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് അവരോട് ഒരിക്കലും വിരോധം തോന്നിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പൊതുപ്രവർത്തകരെ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ കാണുന്നത് അതാണ് ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു സംഘടനാ സ്ട്രക്ചറിലില്ല. ഒരു ഓണത്തിലും വെള്ളത്തിലും കുറച്ച് പഞ്ചായത്ത് മെമ്പർമാർ, ഞാൻ പറഞ്ഞ പൂഞ്ഞാറ് ഞങ്ങളുടെ ഒരു പഞ്ചായത്തിൽ, പൂഞ്ഞാറിലെ ഒരു പഞ്ചായത്തിൽ അവർക്ക് ഭരണം കിട്ടിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും അവർ പ്രതീക്ഷയില്ല. കാരണം പിണറായിയോടുള്ള വിരോധം കൊണ്ട് പോയി ജനം ആഞ്ഞ് കോൺഗ്രസിന് കുത്തി. അവർ പോലും പ്രതീക്ഷയില്ല അവർക്ക് ഈ ഭരണം കിട്ടുന്നു. സത്യം. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ആ ഭരണമെന്ന് മനസ്സിലായത്. കാരണം അവർക്ക് അങ്ങനെ കോർഡിനേഷൻ പോലും ഇല്ലായിരുന്നു. ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും എതിരെ ശക്തമായ രീതിയിൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്ന ആളാണ് ഷോൺ. ഇനി വരുന്നേ ഉള്ളൂ. ഇനി വരുന്നു ആണോ? ഈ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനും കുടുംബം അത്ര വലിയ അഴിമതിക്കാരാണോ? 100%. ആണോ? ഞാനിത് കേരളം പോലൊരു ഇത്രയും മീഡിയ, ഇത്ര സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ അഴിമതി 2016 മാത്രം 2006 മുതൽ തുടങ്ങിയതായിരുന്നു. അത് കേരളത്തിൻ്റെ കരിമണൽ ലോകത്ത് ഏത് രാജ്യത്തോടും കടപിടിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലാതെ ഗൾഫിന് എണ്ണയാണെങ്കിൽ കേരളത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ശരിക്കും ഈ സ്വത്താണ്. അറ്റോമിക് മിനറൽസ്, അതിൻ്റെ ട്രേഡ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഒത്താശ ചെയ്ത് അറിയാതെ ഒന്നുമല്ല, ഇവർക്കത് കൃത്യമായിട്ട് അറിയാം. കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ള ചെയ്യാൻ നിന്നുകൊടുത്തതിൻ്റെ പ്രതിഫലമാണ് കൈപ്പറ്റിയിട്ടുള്ളത്. അതിന് 1.32 കോടി രൂപ അക്കൗണ്ടിൽ വന്നു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വലിയ കള്ളന്മാർ പിടിക്കുന്ന ചക്കമോട്ടിക്കുമാരി അതുപോലെയാണ് പിണറായി വിജയൻ്റെ മകൾക്ക് സംഭവിച്ചത്. പക്ഷെ അതെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റിയത്. പക്ഷെ തുകയെന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. എത്ര ഉണ്ടാവും ഏകദേശം? അല്ല, ഞാൻ 1000 കോടി രൂപ പോലും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. 1000 കോടി രൂപ പോലും അല്ല ഈ തട്ടിപ്പിൽ നടന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ് 1.32. അത് വ്യക്തമാണ്. കുറ്റപത്രം സമർപ്പിച്ച് 3-ാം പ്രതിയാണ് കേട്ടോ. ഞാൻ എൻ്റെ പോരാട്ടം കൃത്യമായി ഞാൻ അന്വേഷണം നടത്തി കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെതിരെ ഇന്ന് വരെ ഈ കേസിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുള്ളത് 8 കോടി രൂപയിലത്. വക്കീലന്മാർക്ക് കൊടുത്ത പൈസ മാത്രം. KSIDC കൊടുത്തതുകൊണ്ട്, മറ്റേ കമ്പനി കൊടുത്തതുകൊണ്ട്, വീണ കൊടുത്തതുകൊണ്ട്. എനിക്കെതിരെ ഇതുവരെയുള്ള കേസ് നടത്തിപ്പിന് അവർ ചെലവഴിച്ചിട്ടുള്ള 8 കോടി രൂപയായിരുന്നു. ഈ കഴിഞ്ഞ അവധിക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ കേസ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്ത് വെച്ചേക്കും. കാരണം എൻ്റെ നമ്മൾ ഈ SFI കൊടുത്ത കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്നും സ്റ്റേ മേടിച്ച് വെച്ചേക്കാണ്. സ്റ്റേ ഉടനെ വേക്കറ്റ് ആവും. സ്റ്റേ വേക്കറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തൂടെ നടക്കുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ 1000 കോടി രൂപയ്ക്ക് ഇവർ എന്ത് ചെയ്യും? ഇങ്ങനെ കൈ കിട്ടിയ വിദേശ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ മാത്രം കോടിക്കണക്കിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരുടെ കമ്പനിയുടെ പേരിലുണ്ട്. അത് ഇവർ വീണയുടെ മുൻബന്ധുവും വീണയും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ടിൽ അതുണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്ന് ഇവർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇവർ ഈ നിമിഷം വരെയും മുഖ്യമന്ത്രിയോ മകളോ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്ന് നിഷേധിച്ചിട്ടില്ല. ഇനി നിഷേധിക്കണ്ട. ഞാൻ പറഞ്ഞ കള്ളമാണ്, എനിക്കെതിരെ കേസ് കൊടുക്കണ്ടേ? ഈ നിമിഷം ഞാൻ പറഞ്ഞത് അതിനേക്കാൾ വലിയ കാര്യമല്ല. ഞാൻ പരസ്യമായിട്ട് ഇപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകളും മുൻബന്ധുവായ സുനീഷും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ 2016 മുതൽ 19 വരെ നടന്നിട്ടുണ്ട്. ആവറേജ് ബാലൻസ് 10 കോടി രൂപയായിരുന്നു ആ അക്കൗണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടിയത് ലോകത്തെവിടെ മലയാളി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ മലയാളി ഈ നാടിനുള്ള സ്നേഹം കൊണ്ട് എന്നെ അറിയിച്ച കാര്യമാണ്. എനിക്ക് ബോധ്യപ്പെട്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം എക്സാലോജിക് സൊല്യൂഷൻസും എക്സാലോജിക് കൺസൾട്ടൻസി എന്ന് പറയുന്ന സാധനം, എക്സാലോജിക് എന്ന് പറഞ്ഞാൽ ദുബായിലൊരു കമ്പനിയുണ്ട്. അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളും വീണയായിട്ട് ബന്ധമൊന്നും. പക്ഷേ വീണയുടെ കമ്പനി അവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ വർഷങ്ങൾ അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഈ പണം യൂറോപ്പിലോട്ടും അമേരിക്കയിലും പോയിട്ടുണ്ട്. അമേരിക്കയിൽ ആരാ ഉള്ളതെന്ന് അന്വേഷിച്ചാൽ മതി.
മാസാമാസം അമേരിക്കക്ക് പോകുന്ന ചുമ്മാന്ന് വിചാരിച്ചാ ശരി ശരി. അല്ല ഇപ്പം ഇവിടെ തോക്കുണ്ടോ? ഇല്ല ഇല്ല. എനിക്ക് അല്ല ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പം എന്തായാലും CPM-നെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ വധഭീഷണിയൊക്കെ വന്നു കാണും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാക്കല് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പിടിക്കുള്ളതൊക്കെ നമ്മളെ കാണും. അല്ല വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ടോ ഇതിലിടപെട്ട് കഴിഞ്ഞപ്പോൾ? ഇപ്പൊ എന്നോട് എല്ലാവരും പറയും. കാരണം ഞാൻ പരമാവധി സമയം ഇപ്പം ഞാൻ ഇവിടെ ഉള്ളപ്പം ക്രിസ്തുവിൻ്റെ അവനുണ്ടാവല്ലോ ഇവിടെ. തോക്കുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല, അവനുണ്ടാവല്ലോ ഇവിടെ. അല്ലെങ്കിൽ ഞാൻ പാർട്ടി യാത്രകൾക്കുള്ള ഞാൻ എറണാകുളത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ട്രെയിനിലാണ് ഞാൻ കൂടുതൽ പോകുന്നത്. എറണാകുളം പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഇവിടുന്ന് രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി 10 മണിയാകുമ്പോൾ ഇവിടുന്ന് വിടും. 11 ആകുമ്പോൾ എറണാകുളം ചെല്ലും. അവിടെ ചെന്നൊരു ചായ കുടി. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആൾ വന്നിട്ട് മക്കളെ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ ആ കോട്ടൺ സ്കൂളിൻ്റെ താഴെ ഒരു 5 സ്റ്റാർ തട്ടുകടയുണ്ട്, അഡാർ തട്ടുകട. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് മക്കളെ നീ ഒറ്റയ്ക്കൊന്നും നടക്കല്ലേ കേട്ടോ, നീ എന്ത് വിചാരിച്ചിരിക്കുന്നത്, മെറ്റവൻ മോശമാണ്, അവൻ എന്ത് ചെയ്യുമെന്നറിയൂ. പക്ഷെ എനിക്കുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്നെ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ച് വന്നാൽ അതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു തോക്കുമായിട്ട് അല്ലെങ്കിൽ ഗൺമാനായിട്ട് നടന്നാൽ തടയാൻ പറ്റില്ല. പിന്നെ എന്നെ കൊന്ന അത് പിണറായി വിജയനാന്ന് എല്ലാവർക്കും അറിയാം. ഇനി അങ്ങനെ ഒരു കുരുക്ക് വെച്ചോണ്ടിരിക്കല്ലേ എന്നെ തട്ടിക്കളഞ്ഞ പിണറായി, ഒന്നെങ്കിൽ ഇവിടുത്തെ SDPI അല്ലെങ്കിൽ പിണറായി വിജയൻ. ഈ രണ്ടുപേരും എന്നെ തട്ടുള്ളൂ. കാരണം കേരളത്തിൽ സാധാരണക്കാരായ വേറെ ആരും എന്നെ തട്ടില്ല. ഇവർ രണ്ടുപേർക്ക് എന്നെ തട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടല്ലേ? പാർവതിക്ക് ടെൻഷൻ ഉണ്ടോ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ? അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ കോൺഷ്യസ് അല്ല. ഇത് കാണിക്കണ്ടല്ലേ, ഈ വീഡിയോ കാണിക്കണ്ട. പറയും ഞാൻ അങ്ങനെ നോക്കിയാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു പേടി എന്നോട് ആളുകൾ ചോദിക്കുന്നത് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഇത്ര അത് കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ ഇഷ്യൂസ് ഉള്ള സമയത്തും എന്നോട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഒന്ന് എവിടെ ചെന്നാലും ജനം എനിക്ക് നൽകുന്നൊരു സ്നേഹം അത് ഒത്തിരി വലുതാണ്. അത്രയും വലിയൊരു പിന്തുണ കേസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് ജനം തരുന്നൊരു പിന്തുണ, അതും സഹാക്കന്മാരുൾപ്പെടെ ഏതൊരു ഓട്ടോറിക്ഷ കളത്തിലൂടെ ഇറങ്ങിയാൽ പോലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു ഊർജ്ജമാണ്. പിന്നെ എന്താ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. പേടിയെന്ന് പറയുന്ന ഒരു സാധനം അച്ഛൻ്റെ മോനാണല്ലോ, എങ്ങനെ വരാനല്ല.